ഇത് ട്രിഗ്നോമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് കോസ് എ പ്ലസ് സൈൻ ബിയുടെ വാല്യൂ എം ആണ്, സൈൻ എ പ്ലസ് കോസ് ബിയുടെ വാല്യൂ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ മൈനസ് ടുവിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എം സ്ക്വയറും വേണം എൻ സ്ക്വയറും വേണം. അപ്പോൾ ആദ്യമേ തന്നെ ഇത് സ്ക്വയർ ചെയ്യും. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആദ്യത്തെ കേസിൽ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ ബി പ്ലസ് 2 കോസ് എ സൈൻ ബിയുടെ വാല്യൂ എം സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. രണ്ടാമത്തെ കേസിൽ എൻ സ്ക്വയർ നമ്മൾ എടുക്കുവാണെങ്കിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ബി പ്ലസ് 2 സൈൻ എ കോസ് ബി കിട്ടും. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ, ഇത് നമ്മൾ പിടിച്ച് ആഡ് ചെയ്യുമ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു കോസ് സ്ക്വയർ എ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സൈൻ സ്ക്വയർ എ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ അത് 1 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ ബി ഉണ്ട്, കോസ് സ്ക്വയർ ബി ഉണ്ട്, അത് 1 വരും. ദെൻ 2 ഇൻറ്റു കോസ് എ സൈൻ ബി പ്ലസ് 2 ഇൻറ്റു സൈൻ എ കോസ് ബി എന്ന് കിട്ടും. അത് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ അതിന് 2 കുറയ്ക്കണം അല്ലേ? 2 കുറച്ചാലേ കാര്യമുള്ളൂ, അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഇതങ്ങ് ക്യാൻസൽ ആവും. രണ്ട് സൈഡിൽ നിന്ന് 2 കുറയ്ക്കണമല്ലോ, എന്നാലല്ലേ ഓക്കെ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതങ്ങ് പോകും. ബാക്കി പോയിട്ട് എന്ത് വരും? 2 ഇൻറ്റു 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞ് കിട്ടും. അത് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എ പ്ലസ് ബിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? 2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.